ബൊട്ടിക് സ്റ്റൈലിലുള്ള ഡിസൈനർ കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. ഗോൾഡൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കളർ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ചെറിയ വൈറ്റ് പോൾസും ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ്റെ പാറ്റേൺ. ഇത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ സ്റ്റെം പോർഷനിലാണ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷനിൽ ഇനിയിപ്പോൾ നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുവാണ്. എടുത്തിട്ട് ഒരു കട്ട് ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബീഡ്സ് ഇളകി പോകാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്ര പ്രാക്ടീസ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒട്ടും തന്നെ ഇത് ലൂസായി പോകത്തില്ല. പിന്നെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് മാത്രമാണ് ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളറുള്ള ത്രെഡ് 4 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ട് 8 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നീഡിലൊന്ന് താഴ്ത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ത്രെഡ് വലിക്കാൻ പാടില്ല. ഇത്രയൊക്കെ വലിച്ചിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് നീഡിൽ ഒന്ന് പൊക്കിയെടുക്കുക. എന്നിട്ട് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തിയിട്ട് വേണം വലിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് ലോക്ക് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ പേര് ലേസി ഡേസി സ്റ്റിച്ച് എന്നാണ്. ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ലീഫ് ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി ഫ്ലവർ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. റെഡ് കളറുള്ള ത്രെഡ് 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സർക്കിളിൻ്റെ നടുക്ക് നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് ത്രെഡ് നമുക്ക് നീഡിലേക്ക് ഒരു തവണ ഇതുപോലെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ നടുക്ക് ഒരെണ്ണം പിന്നെ ചുറ്റുമായിട്ട് ഒരു 6 എണ്ണം കൂടെ ചെയ്ത് ആ ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇനി ആ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലിറ്റർ പോലെ വരും, നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയ ഷൈനിങ് വരും. അപ്പോൾ അതിനാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പേൾസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 തവണയൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇളകി പോകാനൊക്കെ ചാൻസസ് കൂടുതലായിരിക്കും. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് കുർത്തിയുടെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ കുർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.